ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കൊത്തു പൊറോട്ട റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ക്യാബേജ്, ക്യാരറ്റ്, സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പൊട്ടാറ്റോ, ചിക്കൻ, പൊറോട്ട, എഗ്, ഇത് ഇത്രയുമാണ് കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ. അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. പാത്രം ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. സവാള ആഡ് ചെയ്തതിന് ശേഷം 5 പച്ചമുളക് വട്ടത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഉപ്പും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വാടി ഉടഞ്ഞു വന്നതിന് ശേഷം ഒരു ബിഗ് സൈസിലുള്ള ക്യാരറ്റ് കുറച്ച് സൈസ് കൂട്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. ക്യാരറ്റ് കുറച്ച് ബിഗ് സൈസ് ആയതുകൊണ്ട് 2 മിനിറ്റ് നമുക്ക് ഈ പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പെരിഞ്ജീരകവും 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. ശേഷം ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 പൊട്ടാറ്റോ ഉപ്പും മഞ്ഞളും ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോയും ക്യാരറ്റും ക്യാബേജും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും സവാളയും എല്ലാത്തിനെയും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. കൊത്തു പൊറോട്ട അല്ലേ, കുറച്ച് കൊത്തി എടുക്കണം. നന്നായിട്ട് കൊത്തി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കണം. കാശ്മീരി ചില്ലിയും നോർമൽ മുളക് പൊടിയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊത്തി എടുക്കണം. വെജിറ്റബിൾസിൽ മസാലകളെല്ലാം ചേരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊത്തിപ്പറക്കി എടുത്തതിന് ശേഷം മെയിൻ താരങ്ങളെ നമുക്കിനി ചേർക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ആദ്യം ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മസാലയെല്ലാം പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തത്. രണ്ടാമത്തെ താരത്തിൻ്റെ എൻട്രി ആയിട്ടുണ്ട് നമ്മുടെ പൊറോട്ട. 3 പൊറോട്ട ആണ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തത്. അതും കൂടി നമുക്ക് മസാലയിലിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് കൊത്തി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മസാലകളെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിൽ ഞാൻ ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുന്നുണ്ട്. മുട്ടയിൽ സോൾട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തു. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.